നമസ്കാരം. ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയ ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തതിന് ശേഷം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾക്കറിയും? ഇല്ലെങ്കിൽ നിങ്ങൾ കാണണം. സംഘപരിവാറുമായിട്ട് യോജിച്ച് നിന്ന് എന്ത് പ്രവൃത്തിയും ചെയ്യാം. അവർക്കുള്ള ഒരു വിശാല ഹൃദയം നാട്ടുകാർ കാണാതെ പോകരുത്. 3 MLA-മാരെ മാത്രമാണ് ബി.ജെ.പിക്ക് കിട്ടിയതെങ്കിലും കഴക്കൂട്ട MLA ആയിട്ടുള്ള വി മുരളീധരനുമായി ചേർന്ന് വിസിൽ പോടുകയാണ്. ഏത് SFI DYFI പിള്ളേർക്കെതിരെ കേസെടുത്തതിന് ശേഷവും വേടനെതിരെ കേസെടുത്തതിന് ശേഷവും അതിന്റെ സന്തോഷം പങ്കിടുന്ന ആ വിസിൽ പോടുങ്കൽ നിങ്ങളൊന്ന് കണ്ടേ. കണ്ടല്ലോ, നീട്ടി വിസിലങ്ങ് അടിക്കുകയാണ്. എന്തൊരു ഒരുമിപ്പ്, എന്തൊരു സ്വരച്ചേർച്ച എന്ന് നാട്ടുകാർ കാണേണ്ടതുണ്ട്. എന്തായാലും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പരിപാടിയിൽ നിവിൻ പോളി എന്ന് നാട്ടുകാരും നമ്മളും പറയും. പക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ത് പേര് പറയും? നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ മലയാള ചലച്ചിത്രത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ ആക്ഷൻ ഹീറോ നവീൻ പോളി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് തന്നെ പേര് പറയാം. ആരാണ് ആക്ഷൻ ഹീറോ? പറയൂ, ആരാണ് ആക്ഷൻ ഹീറോ? ഉറക്കെ പറയൂ. അതെ, നവീൻ പോളി. ആ നവീൻ പോളിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷെ ദൈവം സഹായിച്ചു, അദ്ദേഹം വിസിൽ ഊതിയില്ല. വിസിൽ ഊതിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നിത്തലയും BJP അല്ലെങ്കിൽ സംഘപരിവാർ നേതാവായിട്ട് വി മുരളീധരനിൽ നിന്ന് നീട്ടി അങ്ങ് ഊതുകയാണ്. നീട്ടി ഊതുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഡൽഹിയിൽ നടന്ന പ്രതിഷേധ സമരത്തിന് ശേഷം കേരളത്തിൽ എത്രമാത്രം ഐക്യത്തോടു കൂടിയാണ് കോൺഗ്രസ് BJP നേതാക്കന്മാരെല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ രാജ്യത്താകമാനം സുപ്രീം കോടതി ഇപ്പോ നോട്ടീസ് അയച്ചു. ഏത് ഈ പാറ്റ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് അയച്ച 7 സംസ്ഥാനങ്ങളിൽ 6 BJP സംസ്ഥാനവും BJP ഇതര സർക്കാരുള്ള സംസ്ഥാനമെന്ന് നമ്മൾ ധരിക്കുന്ന കേരളത്തിലേക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ 3 MLA-മാർ മാത്രമുള്ള കേരളത്തിൽ BJP സർക്കാരായിട്ടാണ് ഇവിടുത്തെ എല്ലാ സംവിധാനവും പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രന്മാരും പരിഗണിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. ഡൽഹിയിൽ സമരം ചെയ്തവർക്കെതിരെ കേരളത്തിൽ കേസെടുത്തു കൊടുത്ത് ഡൽഹിയിലുള്ളവരെ സംതൃപ്തിപ്പെടുത്തി ഇവിടത്തെ DYFI SFI പ്രവർത്തകരെയും ഒപ്പം തന്നെ ED-ക്കെതിരെ പ്രതിഷേധിച്ചവരെയെല്ലാം ജയിലിൽ അടച്ചു കൊടുത്ത് അവരെ വാനോളം സംതൃപ്തിപ്പെടുത്തുന്ന ആ രീതി കൂടി കാണാതെ പോകരുത്. അതിനോടൊപ്പമാണ് ലേറ്റസ്റ്റ് ആയിട്ട് സംഘപരിവാറിനോടൊപ്പം നിന്ന് നമ്മുടെ നാട്ടിൽ കുഴലൂത്ത് ശങ്കൂത്ത് എന്നൊക്കെ പറയുന്ന പോലെ വിസിലൂത്ത് നടന്നിരിക്കുകയാണ്. വിജിലൻസിന്റെ പരിപാടിയിൽ നിവിൻ പോളി ആ വിസിലൂതാൻ വിസമ്മതിച്ച് അല്ലെങ്കിൽ മടിച്ചു നിന്ന സന്ദർഭത്തിൽ നവീൻ പോളി ഊതിയില്ലെങ്കിൽ എന്ത്, സംഘപരിവാറുകാരനും സംഘപരിവാർ മനസ്സുള്ള വ്യക്തിയും ചേർന്ന് നല്ല നീട്ടി ഊതിയോടുകൂടി കേരളത്തിൽ അവർ തമ്മിലുള്ള ആ ഐക്യം അല്ലെങ്കിൽ മാനസിക പൊരുത്തം ഏത് രീതിയിലാണ് വിസിൽ പോടി മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഏവർക്കും ആ ദൃശ്യം കൊണ്ട് തന്നെ ബോധ്യപ്പെടും.